വിശുദ്ധ യൗസേ പിതാവിനോടുള്ള സമർപ്പണം. 28-ാം ദിവസം. ഏറ്റവും നീതിമാനായ യൗസേപ്പ്. ദൈവവചനം: നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിസയ്യരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ധ്യാനം: അർഹിക്കുന്നത് നൽകുന്നതല്ലേ നീതി? ദൈവത്തിനും സഹോദരങ്ങൾക്കും നമുക്ക് തന്നെയും അർഹിക്കുന്നത് നൽകാൻ കഴിയണം. അർഹിക്കുന്ന സ്നേഹവും കരുതലും നൽകാൻ കഴിയുന്ന കുടുംബാംഗങ്ങൾക്കിടയിൽ നീതിബോധം ശക്തമായിരിക്കും. മനുഷ്യർ തമ്മിൽ മാത്രമല്ല, ദൈവത്തോടും ദൈവീക നിയമങ്ങളോടും നീതിപൂർവം വർത്തിക്കാൻ കഴിയണം. യൗസേപ്പ് നമ്മെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. വളരെ സാധാരണക്കാരായ മനുഷ്യരെ തേടി അസാധാരണമായ ചില നിയോഗങ്ങൾ എത്തുമ്പോൾ ഒരു കാര്യം നമുക്കുറപ്പിക്കാം: ദൈവം അവരിൽ അസാധാരണമായ എന്തോ ഒന്ന് കണ്ടിട്ടുണ്ട്. ദാവീദിനെ ഓർക്കുക. ആട്ടിടയനായിരുന്നു. കായികശേഷിയും ആയുധശേഷിയും ഇല്ലാത്തതുകൊണ്ട് ചേട്ടന്മാരെല്ലാം യുദ്ധക്കളത്തിലേക്ക് പോയപ്പോൾ ആടുകളെ മേയിച്ച് നടക്കേണ്ടതായി വന്നു. എന്നിട്ടും ഒടുക്കം രാജകിരീടം അവനെ തേടിയെത്തി. അവനിലെ വിശ്വസ്തത ദൈവം മാനിച്ചു. ഇതുപോലെ യൗസേപ്പിലെ അസാധാരണമായ നീതിബോധം അവനെ ഉന്നത സ്ഥാനീയനാക്കി. ദൈവത്തിന് അർഹമായത് നൽകാൻ യൗസേപ്പ് ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. എല്ലാവരും ദേവാലയത്തിൽ പോയി കാഴ്ചയർപ്പിച്ച് മടങ്ങുമ്പോൾ യൗസേപ്പ് അർപ്പിച്ചത് അവനെ തന്നെയായിരുന്നു. നീതിപൂർവമായ സ്നേഹം, സ്വയം സമർപ്പണം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ട്. തന്നെ പൂർണ്ണമായി നൽകാതെ കാഴ്ചകൾ മാത്രം അർപ്പിക്കുമ്പോൾ ദൈവത്തോട് ചെയ്യുന്ന അനീതിയെ നാം ധ്യാനിക്കണം, ആത്മശോധന ചെയ്യണം. പുതിയ നിയമത്തിലെ അബ്രഹാമാണ് യൗസേപ്പ്. വന്ധ്യനായ യൗസേപ്പേ, ഞങ്ങളുടെ നീതിബോധം പലപ്പോഴും ഫരിസേയൻ്റേതാണ്. അനുഷ്ഠാനങ്ങളിൽ ആരംഭിച്ച് അതിൽ തന്നെ അവസാനിപ്പിക്കുന്നു. പൂർണ്ണമല്ലാത്ത സമർപ്പണത്തിൽ ദൈവം സംപ്രീതനാകില്ല എന്നറിയാം. എന്നിട്ടും ഞങ്ങളെ തന്നെ അർപ്പിക്കാൻ പലപ്പോഴും ആകുന്നില്ല. നിന്റെ വലിയ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങളിലെ നീതിബോധത്തെ നീ വർദ്ധിപ്പിക്കണമേ. ദൈവത്തോടെന്ന പോലെ സഹോദരങ്ങളോടും നീതിയോടെ വർത്തിക്കണം. നീതിമാനാകയാൽ മറിയത്തെ രഹസ്യത്തിൽ ഉപേക്ഷിച്ചു എന്നതിനെ ധ്യാനിക്കുക. മറിയത്തിൻ്റെ വിശുദ്ധിയും വിശ്വസ്തതയും യൗസേപ്പിനോളം അറിവുള്ള ആരുണ്ട്? അവൾ തെറ്റായ ബന്ധത്തിൽ ഗർഭം ധരിച്ചു എന്നൊരിക്കലും യൗസേപ്പ് ചിന്തിച്ചിട്ടില്ല. അവളുടെ നിഷ്കളങ്കതയെ സംശയിക്കാൻ ഇനി ദൈവപുരുഷന് കഴിയില്ല. സ്നേഹം സകലതും വിശ്വസിക്കുന്നു. അവളോടുള്ള യൗസേപ്പിൻ്റെ സ്നേഹത്തിൽ സംശയത്തിൻ്റെ നിഴലിന് പോലും ഇടമില്ല. എന്നാൽ അവളുടെ മേൽ ദൈവം ചെയ്ത വലിയ കാര്യം യൗസേപ്പിനെ വല്ലാതെ എളിമപ്പെടുത്തി. നീതിസൂര്യനെ വഹിക്കുന്ന ആ വിശുദ്ധ സ്ത്രീയെ ചേർത്ത് പിടിക്കാൻ താൻ യോഗ്യനാണോ? അവൾ ദൈവത്തിൻ്റെതാണെന്ന് യൗസേപ്പ് അറിഞ്ഞു. ദൈവത്തിൻ്റെ ഈ പേടകത്തെ ഭാര്യയായി കൊണ്ട് നടക്കാൻ തനിക്കാകുമോ? മറിയത്തിൽ നിന്നും അകലം സൂക്ഷിക്കാൻ യൗസേപ്പ് തീരുമാനിച്ചു. സ്വർഗത്തിൻ്റെ ചെയ്തികളെ എത്രയോ ആദരപൂർവ്വമാണ് യൗസേപ്പ് കൈകാര്യം ചെയ്യുന്നത്. കരുണയും ആദരവും കലർന്നതാണ് യൗസേപ്പിൻ്റെ നീതിബോധം. ജീവിത പങ്കാളിയോടും കുഞ്ഞുങ്ങളോടും കുറച്ചുകൂടി നീതിയോടെ പെരുമാറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നുന്നില്ലേ? സഹോദരങ്ങളോടുമുള്ള ബന്ധത്തിൽ കുറച്ചുകൂടി ആദരവ് സൂക്ഷിക്കാമായിരുന്നു എന്ന് തോന്നുന്നില്ലേ? ദൈവ നിയമങ്ങളെ ഗൗരവത്തോടെ ഹൃദയത്തിൽ സൂക്ഷിക്കാത്തതിൻ്റെ വേദന തോന്നുന്നുണ്ടോ? യൗസേപ്പിൻ്റെ അടുത്തേക്ക് പോകാം. പ്രാർത്ഥന. ഏറ്റവും നീതിമാനായ യൗസേപ്പേ, ഞങ്ങളിലെ നീതിയുടെ ആത്മാവിനെ പ്രോജ്വലിപ്പിക്കാൻ സഹായിക്കണമേ. ആമേൻ.